പോട്ടി റെഡിയാണ്. എന്താണ് പോട്ടി തോരന്? ഇഡ്ഡലിയും. പോട്ടി തോരി ഇഡ്ഡലി നടുക്ക് ഇങ്ങനെ ഇടും. കണ്ട ടക്ക 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 ഇങ്ങനെ ഇടും. നല്ല മഴയാണ്. മഴയത്ത് ഞാൻ പോട്ടി കഴുകി ഒപ്പിച്ചിട്ടുണ്ട്. പോട്ടി റെഡിയാണ്. പോട്ടി റെഡി. അടുത്തതാ പോത്തിന്റെ പോട്ടി സൂപ്പറായിട്ട് തോരൻ വെച്ചെടുക്കാൻ പോയത്. സൂപ്പർ മഴ, കുഴപ്പമില്ല. ചെറിയ സൗണ്ടൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാം. സൂപ്പറായിട്ട് കഴിയിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കഴിയിട്ടുണ്ട്. ഇന്ന് ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ പോട്ടി, അതായത് പോത്തിന്റെ പോട്ടിയാണ്. പോത്തിന്റെ പോട്ടി നമ്മൾ ആ ട്രിവാൻഡ്രം സ്റ്റൈലിൽ തോരൻ. ആദ്യം പോട്ടിയെ നമുക്കൊരു 7 വിസിലടിക്കണം. ഇതെല്ലാം മുറ്റിയ സാധനമാണ്. അതായത് ഈ സാധനം അറിയാമല്ലോ, ഇതിൻ്റെ മട്ടൻ്റെ അല്ല, പോത്തിൻ്റെയാണ്. ഇവിടെ സ്പെഷ്യൽ സാധനമുണ്ട് ഈ കുമ്പിക്കാരാണ്. അപ്പോൾ ഈ സാധനം എന്തായിരുന്നാലും ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യം വലുതായിട്ട് പറഞ്ഞില്ല. 1.5 കിലോ പോട്ടിയാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പോട്ടി. ഇവിടെ പോട്ടിയും ബീഫുമാണ് മെയിൻ സാധനം. നമ്മുടെ നാട്ടിൽ ഈ ബീഫിൻ്റെ പോട്ടി സാധാരണ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ അവിടെ തന്നെ ലേശം നമ്മൾ മട്ടൻ്റെ കൊഴുപ്പിടണം. മട്ടൻ്റെ കൊഴുപ്പ് കുറച്ച് മണത്തിന് വേണ്ടി മട്ടൻ്റെ കൊഴുപ്പ്, ലേശം വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ വേണം. സംഭവം ഇതിൽ വെള്ളമെല്ലാം നല്ലപോലെ കഴുകിയ സാധനമാണ്. ലേശം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വെക്കാം. കാരണം ഇതൊരു 8 വിസിലടിക്കുമ്പോൾ നമുക്ക് തീ കൂട്ടി വയ്ക്കുമ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞ് അടി പിടിക്കും. എന്തായിരുന്നാലും കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ഇടാം. ഇട്ടിട്ടുണ്ട്. ഗ്യാസ് കത്തിയിട്ടുണ്ട്. കുക്കർ വയ്ക്കുകയാണ്. ഒരു 7-8 വിസിലടിച്ചാലേ ശരിയാവുള്ളൂ. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് തീ കുറയ്ക്കാം. മഴ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സംസാരിക്കുന്നത്. ശരി കേട്ടിടാത്തതുകൊണ്ടല്ല. ഓക്കെ, റെഡിയാവട്ടെ. കണ്ടപ്പുറത്ത് തോട്ടം കുളം ഭയങ്കരമായ ഏലക്കാടാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഏലക്കാട് സൂപ്പർ ഏലക്കാടാണ്. നമ്മൾ വെളിയിൽ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ഇത് മതി. 6ാമത്തെ വിസിലായി. ഒരു വിസിലൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡിയാണ്. പോട്ടി റെഡിയാവും. ഒറ്റ വിസിലൂടെ കേട്ടാൽ മതി. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 7ാമത്തെ വിസിൽ റെഡിയായിട്ടുണ്ട്. മതി 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 മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, ചട്ടി വെക്കാൻ പോകുന്നത്. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കും, താളിക്കും. ഓക്കെ, നമ്മളെവിടുത്തെ എണ്ണ ഒഴിക്കാം. പക്ഷെ കുമിയായോണ്ട് കണ്ടല്ലോ നെയ് പരുവാണ്. കണ്ട തക്കാലത്ത് ഇത്ര മതി. ഈ എണ്ണ ഒന്നും ഉരുവി എല്ലാം റെഡിയായി വരുമ്പോൾ നമ്മൾ കടുക് താളിക്കുന്നതാണ്. എണ്ണപ്പരുവാകുമ്പോൾ നമ്മൾ കടുക് താളിക്കും. കടുക് താളിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ നമ്മൾ മട്ടൻ പോട്ടി വെക്കുമ്പോൾ ഈ പോത്തിൻ്റെ പോട്ടി അതേ സ്റ്റൈലിൽ പോട്ടി തോരനാണ് വെക്കാൻ. ഓക്കെ, ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്നറിയാമോ? ഇഡ്ഡലിയും പോട്ടി തോരൻ തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലില്ല, ഒരു സ്ഥലത്തുമില്ല. ഒന്ന് പിടിച്ച് നോക്കാം. കടു പൊട്ടിക്കുക. കടു നല്ല പൊട്ടി വരണം. കടു നമ്മൾ തറയിലിടാൻ പാടില്ല. പിന്നെ അതേപോലെ ഒന്നും മിച്ചം വയ്ക്കാൻ പാടില്ല. അടി വിടുമെന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മാക്സിമം ഉള്ള ഇതിലിടാൻ നോക്കാം. കടു പൊട്ടണുണ്ടോ? കടു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടു പൊട്ടുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തോന്നുന്നുണ്ട്. കടു പൊട്ടി നേരത്തെ തീ വയ്ക്കാം. അടുത്ത വറ്റൽമുളക്
ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വേവുള്ളതാണ്. അതുകൊണ്ട് വറ്റലമുളക് കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ വറ്റലമുളക് ചുവന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടാക്കിയാൽ മതി. അടുത്തതാണ് ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി ലേശം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇത്ര സാധനം ഒരുമിച്ച് കിടക്കാനുള്ളൂ. ഇത് തോരനാണ്. തോരനിൽ കുറച്ച് കൂടുതൽ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിടി പിടിക്കാൻ പറ്റും. ചെറിയ ഉള്ളി, പിന്നെ മുളക് മുഴുവനായിട്ട് കീറിയിടാനുള്ളത് മുഴുവനായിട്ട് ഇട്ടേക്കണം. പച്ചമുളക് ഇതാ, ആവണം. തീ കൂട്ടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞപ്പൊടി, ലേശം ഉപ്പ്, എന്തായാലും എല്ലാം കൂടെ നല്ലതൊന്ന് പിടിച്ചു വരട്ടെ. പിടിച്ചു വരുന്ന സമയം വരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് ഈ കുക്കർ ഇതാണ്ട സംഭവം ആവുന്നുണ്ട്. ഇതായി കഴിഞ്ഞാൽ ഇതിലോട്ട് ചേർക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ ഊറ്റി സെറ്റാക്കി മസാലയായിട്ട് പിടിപ്പിച്ച് റെഡിയാക്കി തേങ്ങ ഇട്ട് താളിച്ച് വെളി ഇറക്കി കഴിഞ്ഞാൽ ഇതൊരു 1.5 പോട്ടിയാണ് സാധനം. നോക്കാം. സാധാരണ ഞാൻ ഇവിടെ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ഈ പോട്ടി തുടങ്ങുന്നത് ഇവർ ജസ്റ്റ് ഒന്ന് കുക്കറിൽ കയറ്റി ആയിട്ട് വിസിലടിക്കുന്നു. അതിന് നേരെ കുറച്ച് തേങ്ങ കിഴി റെഡിയാക്കുന്നു, മസാല ഇട്ട് പെരത്തുന്നു, നേരെ കല്ലിൻ്റെ മുകളിലിട്ട് പെറോട്ട കല്ലിൻ്റെ മുകളിലിട്ട് ഇളക്കി അതിനൊരു ഡ്രൈ ആക്കിയാണ് ഇവിടെ സാധനം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ ചെയ്ത്. ഇവർ സാധാരണ ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഈ പോട്ടിയൊക്കെ കൂടുതലും വെക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മട്ടൻ്റെ പോട്ടിയാണ് വെക്കുന്നത്. ഇതെന്ന് വെച്ചാൽ പോത്തിൻ്റെ പോട്ടിയാണ്. ഈ സാധാരണ ഈ ഷാപ്പുകളിലൊക്കെ വയ്ക്കും. ഞാനെന്തായാലും ആ സ്റ്റൈലല്ല ചെയ്യുന്നത്, എൻ്റേതായ സ്റ്റൈലാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇതിന് തീ കുറച്ച് വയ്ക്കാം, ഒന്ന് പിടിച്ചിട്ട് തീ കുറച്ച് വയ്ക്കാം. അപ്പം ഇതൊന്നും നല്ല ഏകദേശം ആയിട്ടുണ്ട്. നമ്മളെ ഈ പോട്ടി ചേർക്കാം. അതാ ശേഷം ഇതിന് വെള്ളമൊന്നും വീഴുന്നൊന്നും പ്രശ്നമൊന്നും ഉള്ള കേസല്ല. ഇത്രയ്ക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി തൈര് വരെ ഒഴിച്ച് കഴുകിയാണ് ഇതിൻ്റെ മുക്കിൽ മാറ്റിയത്. നമ്മളെ പോട്ട് ഏകദേശം ഇതിൽ കിടന്നെല്ലാം പിടിച്ചു വരുന്നു. ഞാൻ മസാല ചേർക്കാൻ പോവുകയാണ്. ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ലേശം മതി. ലേശം ഒരു നുള്ളു മല്ലിപ്പൊടി, ഇതാ മുളക് പൊടി ഒരു നുള്ളു, ഇതാ മുളക് പൊടി, കുരുമുളകാണ് മെയിൻ. കുരുമുളകാണ് മെയിൻ സാധനം. കുരുമുളക്, ലേശം ഉപ്പിൻ്റെ കൈകളത് ഉപ്പ്, ഇതാ കുരുമുളക് മെയിൻ ഹൈലൈറ്റായിട്ട് സെറ്റപ്പ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നതാണ്ട ഒരു മൊത്തം തേങ്ങയാണ്. അതായത് ഒരു തേങ്ങ ഫുള്ള്. ഇതാണ് മെയിൻ സാധനം. ഇതിൻ്റെ ഇതാ ഇതൊന്ന് കിടന്ന് പിടിച്ച് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പോകുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പം ഏകദേശമായി. നമുക്ക് കുറച്ച് കരിയേപ്പില ഇടാം. അവസാന നിമിഷം കരിയേപ്പില ഇട്ടാൽ കരിയേപ്പിലയുടെ മണം വരും. ഇതിൽ കരിയേപ്പിലയുടെ മണം വന്നതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം ഇത് പോട്ടിയാണ്. പോട്ടിയിൽ കരിയേപ്പില, പിന്നെ കുറച്ച് മസാല ഇടാം. ഗരം മസാല ഇടാം. ലേശം ഗരം മസാല ഒരു നുള്ളു. ഇതിന് ടേസ്റ്റ് വരുള്ളൂ.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം നമ്മളെ പോട്ടി റെഡിയാണ്. പോട്ടി തോരൻ റെഡിയാണ്. ഇതോടെ പിടിക്കുന്ന സാധനം അറിയാൻ എന്തിനാണ്? പോട്ടി തോരനും എന്താണ്? പോട്ടി തോരനും ഇഡ്ഡലിയും. അതാണ് സെറ്റപ്പ് കോമ്പിനേഷൻ. ഇഡ്ഡലി റെഡിയാണ്. ഇവിടെ ഇഡ്ഡലി റെഡിയാണ്. ഇവിടെ പോട്ടി റെഡിയാണ്. കണ്ടല്ലോ, പോട്ടി തോരി ഇഡ്ഡലി നടുക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. കണ്ട ടക്ക ടക്ക ടക്കട്ട ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടും. ഇപ്പം എന്ത് ഭംഗിയാണ് കാണാൻ. ഇനിയാണ് പിടിക്കാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.